ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെറും 2 ഡേയ്സ് കൊണ്ട് ദുബായ് എന്ന വലിയ പട്ടണത്തിൽ എവിടെയൊക്കെ കറങ്ങി തീർക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. എത്തിഹാദ് എയർവേ വഴി ഫ്രീ സ്റ്റേ കിട്ടിയതും വൺഡേ അബുദാബി കറങ്ങിയതൊക്കെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. വൺഡേ ഞങ്ങളുടെ അങ്ങനെ തീർന്നു. ഇനി അവശേഷിക്കുന്ന 2 ഡേയ്സ് മാത്രമാണ്. സോ ഫസ്റ്റ് ഡേ ദുബായ് മാള്, ബുർജ് ഖലീഫ, ഡെസേർട്ട് സഫാരി ഒക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അബുദാബിയിൽ ഞങ്ങൾ താമസിച്ചതിൻ്റെ അടുത്ത് തന്നെ നല്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലത്തെ ഫുഡ് അവിടെ നിന്നാക്കി. എന്നിട്ട് നേരെ കാറും എടുത്ത് ദുബായിലേക്ക് വിട്ടു. വെറും 1.25 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ കേട്ടോ അബുദാബി ടു ദുബായ്. 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ദുബായ് മാളിലെത്തി. എൻ്റെ മോനെ, എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിറ്റിയും ഏറ്റവും വലിയ മാളും ഇതായിരിക്കും കേട്ടോ. വായും പൊളിച്ചാണ് ഞാൻ ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടു തീർത്തത്. വണ്ടി പാർക്ക് ചെയ്യുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ ആക്കേണ്ടതാത്തത് കൊണ്ട് ദുബായ് മാളിൽ കൊണ്ടേ പാർക്ക് ചെയ്തു. 6 അവർ പാർക്കിംഗ് വീക്കെൻഡ് ആയതുകൊണ്ട് ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ അധികം നേരം ദുബായ് മാൾ എക്സ്പ്ലോർ ചെയ്തു. നടന്നാലും തീരാത്ത മാള്. ലോകത്തിലെ 2ാമത്തെ വലിയ മാളാണിത്. അപ്പോൾ ഫസ്റ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈശ്വര. അനുഭവങ്ങൾ പാളിച്ചകളെന്ന് കേട്ടിട്ടില്ലേ? അത് ഞങ്ങൾ രണ്ടും മാത്രമാണ് ട്രിപ്പിനുള്ളതെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് പ്ലാൻ ചെയ്യുക ലാസ്റ്റ് മിനിറ്റിലാവും. സോ ഇന്നും ഞങ്ങൾക്ക് പണി കിട്ടി. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 1 o'clockനാണ്. ഓരോ സ്ലോട്ടിനും പൈസ വ്യത്യാസമായതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ചേഞ്ച് ചെയ്യാനോ ടൈം ചേഞ്ച് ചെയ്യാനോ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് തന്നെയാണ് ഡെസേർട്ട് സഫാരി ഉണ്ടായിരുന്നത്. സോ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോൾ പിക്ക് ചെയ്യാൻ വരുന്ന ടൈം പറഞ്ഞത് 2:30ആണ്. അതിനു മുമ്പ് ബുർജ് ഖലീഫ കണ്ട് തീർത്ത് ഇറങ്ങണം. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിമിഷം. കുറച്ച് താമസിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല കുറേ അധികം ആളുകളെ പിക്ക് ചെയ്യാനുണ്ട്. സോ ഷാർപ്പ് 2:30 വരണമെന്ന്. പിന്നെ മറ്റൊന്ന്, സൺസെറ്റ് ആയാൽ ഡെസേർട്ട് സഫാരി ചെയ്യാൻ പറ്റില്ല, ഇരുട്ടാവും എന്നൊക്കെ. എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ബുർജ് ഖലീഫ അല്ലെങ്കിൽ ഡെസേർട്ട് സഫാരി, ഇതിലേതെങ്കിലും ഒന്നേ നടക്കുമെന്ന് മനസ്സിലായി. അതുപോട്ടെ, ബുർജ് ഖലീഫയുടെ അടിയിൽ കൂടി ഫ്ലൈറ്റ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു? ഇത് ദുബായ് മാളിൻ്റെ അടുത്തായി വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ വിങ്സ് ഓഫ് മെക്സിക്കോയിലെത്താൻ. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണിത്. അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്ലാനിങ്ങിലെ പിഴവുകളെ പറ്റിയല്ലേ. ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് അരുണ് ബുർജ് ഖലീഫയുടെ മുകളിൽ പോയാൽ മതിയെന്നായി. എനിക്കാണെങ്കിൽ ഡെസേർട്ട് സഫാരി ചെയ്തൊന്നും മതിയെന്നും. എന്ത് ചെയ്യും? എൻ്റെ നമ്പറാണ് പുള്ളിക്കാരന് കൊടുത്തത്. സോ ഞാൻ ഒരു ഐഡിയ ഇട്ടു, ഞങ്ങളുടെ വണ്ടിയിൽ അവിടെ എത്തിയാൽ മതിയോ എന്ന്. അവരതിന് ഓക്കെയും പറഞ്ഞു. ബട്ട് രസം എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ അവർ അയച്ചു തന്നപ്പോഴാണ് ഇവിടുന്ന് 1 അവർ മിച്ചമുണ്ടെന്ന്. ഇതൊക്കെ അയക്കുമ്പോഴും ഞങ്ങൾ ബുർജ് ഖലീഫയുടെ മുകളിൽ എത്തിയിട്ട് പോലും ഇല്ലായിരുന്നു. ഓരോ നിലയും ഓരോ സെക്കൻഡ് കൊണ്ടാണ് കേട്ടോ തീരുന്നത്. 163 നിലകളുണ്ടെങ്കിലും 124ാമത്തെ നില വരെ നമുക്ക് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ കേട്ടോ. ബട്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താൽ നമ്മുടെ ടിക്കറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 148ാമത്തെ നില വരെ നമുക്ക് എത്താൻ പറ്റും. അടുത്ത ടോപ്പിൽ നിന്ന് അടുത്ത ടോപ്പ് സ്കൈയിലേക്ക് എത്താം. ഇനി VIP ലോഞ്ച് ഒക്കെ ആണെങ്കിൽ 152, 53, 54 നിലകളിലൊക്കെയാണ് കേട്ടോ. 124ാമത്തെ നിലയിലാണ് ഒബ്സർവേഷൻ ഡെക്കെങ്കിലും 125ാമത്തെ നിലയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. ഈ പൈസയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേസിങ് വ്യൂ ഒക്കെയാണ് നമുക്ക് കിട്ടുക. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഒട്ടും വർത്തായിട്ട് തോന്നിയില്ല അത്രയും പൈസയ്ക്ക്. കാരണം അത്രയ്ക്കും പൈസ കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറി കാണുന്ന ഉള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ അത്ര വർത്തായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയില്ല. ഇതിനിടയിൽ ആ ഡെസേർട്ട് സഫാരിക്കാരൻ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേണമെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഞങ്ങൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയായാലും ഞങ്ങൾ പെട്ടെന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തി. ഞങ്ങളുടെ കൂടെ എത്തിയവർ അവിടുത്തെ ബൈക്ക് റൈഡും ക്യാമൽ റൈഡും ഒക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു. സമയം കുറേ ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞങ്ങൾ ഒരക്ഷരം അവിടെ സംസാരിച്ചില്ല. ഫസ്റ്റ് ഡെസേർട്ട് സഫാരി ആയിരുന്നു. ഞാൻ എന്തൊരു ദുഷ്ടയാണെന്ന് ഈ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല കേട്ടോ. ഈ വണ്ടി ഓടിക്കുന്നവർ നല്ല ഒരാളായിരുന്നു. അയാൾ എല്ലാവർക്കും കാണാൻ വേണ്ടി തന്നെ എല്ലാവരെയും മാറ്റി ഇരുത്തുന്നുണ്ടായിരുന്നു. ഡെസേർട്ടിൻ്റെ ഒരിടത്ത് അയാൾ വണ്ടി നിർത്തി കുറച്ച് നേരം ഞങ്ങളെയെല്ലാം പുറത്തിറക്കി. എന്നിട്ട് അവിടെ ചെറിയൊരു ആക്ടിവിറ്റീസൊക്കെ അവർ നടത്തി. ഡെസേർട്ട് സഫാരി കഴിഞ്ഞ സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് റൈഡ് ചെയ്തു. നാട്ടിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് ബാക്ക് സീറ്റർ മാത്രം ആവാതെ ഞാനും ഓടിച്ചു വണ്ടി. എന്നിട്ട് ഞങ്ങൾ പോയത് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഹൈലൈറ്റായ നൈറ്റ് പാർട്ടിയിലേക്കാണ് കേട്ടോ. അറബികളുടെ സ്വർഗ്ഗരാജ്യം എന്നൊക്കെ പറയുന്ന ഈ വണ്ടിയിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വേറെ വണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ എത്തിയപ്പോൾ 2 സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. 25 ദിനാറ് കൊടുത്താൽ സീറ്റ് അപ്ഗ്രേഡ് ചെയ്ത് VIP ആക്കാം. ഗുണമോ?
നമ്മുടെ സീറ്റിൽ കൊണ്ടുവന്ന് ഫുഡ് തരും. പിന്നെ സീറ്റൊക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, നമുക്കുള്ള ബുഫേ വേറെ ആയിരിക്കും. നമുക്ക് വേണ്ടപ്പോഴൊക്കെ പോയി ഫുഡ് എടുക്കാം. എന്തിനു മടിക്കണം? എൻ്റെ കൂടെ വന്ന് എല്ലാവരും അതാണ് എടുത്തത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വന്ന ടൈമിൽ ഒരു ബെല്ലി ഡാൻസ് ആയിരുന്നു. വന്നപ്പോഴത്തെ ഈ അപ്ഗ്രേഡും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ മാത്രം പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഹുക്ക വലിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. തുർക്കിയിൽ പോയി വലിച്ചതുകൊണ്ട് വെറുതെ ഫ്രീ ആയിട്ട് വിഷം വീണ്ടും വലിച്ചു കയറ്റാൻ വയ്യാത്തതുകൊണ്ടും അതെടുത്തില്ല. അതിന് പകരം ഞാൻ ഈ കുഞ്ഞപ്പൂനെ കയ്യിലെടുത്തു കേട്ടോ. കണ്ണി കുത്തുവെന്നൊക്കെ കേട്ടതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ കണ്ണ് പോയില്ല. ഇതിനുശേഷം കുറേ ഫയർ വർക്കും സൂഫി ഡാൻസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നടന്നപ്പോൾ ഫ്രീ ആയി മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതുണ്ട്. ഫ്രീ കിട്ടുന്നതൊന്നും വിടാൻ പാടില്ലല്ലോ. ഫ്രീ ആയിട്ട് അവർ ഇത്രയും ഇട്ടു തന്നു. അത് കഴിഞ്ഞ് വിടണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. ഫ്രീ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. അമ്മച്ചി എത്ര സെറ്റായിട്ടൊന്നും അല്ല ഇട്ടു തന്നു. ഇതിലും വൃത്തിക്ക് ഞാനിട്ടേനെ. എല്ലാം കഴിഞ്ഞാൽ കൊണ്ടുവന്ന വണ്ടിയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽപ്പായി. ഇതിനിടയിൽ ഒട്ടകം വരെ ഉറങ്ങാൻ പോയി. ഇതിൽ ഏറ്റവും രസം ഇതും കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ പിടിക്കണമെന്നതാണ്. ഫസ്റ്റ് ദുബായിലെത്തി, എന്നിട്ട് ബുർജ് ഖലീഫയുടെ നൈറ്റ് വ്യൂ കാണണം, എന്നിട്ട് വേണം പിന്നെ അബുദാബി പിടിക്കാൻ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വാട്ടർ ഫൗണ്ടെയിനാണ് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലുള്ളത്. ഈ വാട്ടർ ഫൗണ്ടെയിൻ്റെ ഷോ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും രാത്രി 6 മണി മുതൽ 11 PM വരെ ഓരോ 30 മിനിറ്റിലും ഓരോ ഷോ കാണാൻ കേട്ടോ. ദിവസവും 1 മണിക്കും 1:30 PM ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. എന്നാലും ഏറ്റവും അടിപൊളി രാത്രിയിലെ ഷോ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഡേ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.